ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ആവോലി പൊള്ളിച്ചതാണ്. നല്ല ഇലയാണ്. മഴ ഉണ്ടാ? എന്നാ ശരി, കുറച്ചാളോ തല. ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ആവോലി പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ആവോലിയാണിത്. ഞാൻ ചെറിയ 4 ആവോലി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 3 ഉള്ളി, 3 തക്കാളി, കുറച്ച് കറിവേപ്പില, ഒരു ചെറുനാരങ്ങ, ഒരു 5-8 ചെറിയ ഉള്ളി, പിന്നെ 5-8 പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടത്, പിന്നെ വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി നമുക്ക് മീനിൻ്റെ മസാല എങ്ങനെ എടുക്കാം ചേർത്തിട്ട് നോക്കാം. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ഉപ്പ് പാകത്തിന്, പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. അതിൻ്റെ കൂടെ ഒരു ചെറുനാരങ്ങ നീരും. ചെറുനാരങ്ങ 1ൻ്റെ പകുതിയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മീനിൽ പെരക്കിയെടുക്കാം. നമ്മളെ മീൻ നല്ലോണം മസാല പെരക്കിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്, കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. മീൻ പൊടി വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ മീൻ ആദ്യം പൊരിച്ചെടുത്തിട്ട് വേണം, ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് മസാല വെച്ച് പൊള്ളിക്കാൻ. അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ, വെളിച്ചെണ്ണ തന്നെ, ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് മസാലക്ക് വേണ്ട. ഇവിടെ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പിലൻ്റെ കൂടെ ഞാൻ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം മൂക്കണം. മൂത്തതിന് ശേഷം നമുക്കിതിൽ സവാളയും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ സവാള. അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് ചേർക്കുന്നുണ്ട് മൂപ്പിക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ഉള്ളി മൂത്തതിന് ശേഷം വലിയ ഉള്ളി ചേർക്കാം. ഓക്കെ, നമ്മൾ ഇത് ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മൂത്തതിന് ശേഷം നമുക്ക് വലിയ ഉള്ളിയും കട്ട് ചെയ്ത പച്ചമുളകും കൂടി അതിൽ മിക്സ് ചെയ്യാം. ഇത് ഞാൻ സ്വല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് മസാലയിൽ, ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി. നമ്മൾ സവാള വാടിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിൽ മസാല ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഉപ്പ് നമ്മൾ ആവശ്യത്തിന്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്. ഒന്നുകൂടി മിക്സ് ചെയ്ത് ഞാൻ ഇതിൽ ചെറുനാരങ്ങൻ്റെ ഒരു പകുതി മീൻ ഇതിൽ വയ്ക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ,
നന്നായിട്ട് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒന്ന് ചെറുതായിട്ട് വറ്റുന്ന വരെ നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. നല്ലോണം തേങ്ങാപ്പാലെല്ലാം വറ്റിയിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീനിൽ ഇട്ടിട്ട് പൊടിയാം. ഓക്കെ, നമ്മളെ 4 മീൻ 4 ഇലയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ 4 ഇലയുടെ കൊണ്ടും ഇങ്ങനെ മീനിൻ്റെ കൂടെ മസാല വരും. നമുക്ക് ഇതിനുള്ള ഒരു കറിവേപ്പില തണ്ടും കൂടി വെക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ബാക്കിയുള്ള മല്ലിയില ഇതിൻ്റെ മുകളിലിടാം. നന്നായിട്ട് ഇല നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. ഇല വാട്ടിയെടുത്ത ഇലയാണ് ഞാൻ. എന്നിട്ട് ഇതൊരു വാഴയില തണ്ട് കൊണ്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടാം. ഓക്കെ, ഞാൻ മീൻ പൊള്ളിക്കാൻ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്, മണത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ ഇതിൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതെടുക്കാം. അതുവരെ ഇതൊന്ന് ചൂടായിക്കോട്ടെ. ഓക്കെ, നമ്മളെ മീൻ പൊള്ളിക്കൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മളെ ഇലയിൽ പൊതിഞ്ഞ് ആവോലി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം നമുക്ക്. എന്താ ഒരു മണം, നല്ല വെളിച്ചെണ്ണ. നമുക്കിത് ചോറും കൂട്ടി കഴിച്ചാലോ? ആവോലി പൊള്ളിച്ചത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ പപ്പൻ്റെ ചാനലിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, ഇതാണ് ആവോലി പൊള്ളിച്ചത്. ചോറും കൂട്ടി കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് കുറവുകളുണ്ടെങ്കിൽ എന്നെ കമൻറ്റിൽ കൂടി നിങ്ങൾ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ആവോലി പൊള്ളിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. പിന്നെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.